നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലോ ട്യൂഷൻ സെൻറ്ററിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലോ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ഡാറ്റ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്തും ആ ഒരു കമ്പനിയിലെ ജോലി ചെയ്യുന്ന ആളുകളുടെ മുഴുവൻ വിവരങ്ങളും നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഓരോ സെല്ലുകളിൽ എൻട്രി ചെയ്ത് ഡാറ്റ സേവ് ചെയ്യുന്നതിന് പകരം മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ എൻട്രി ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡാറ്റ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എംപ്ലോയി ഡാറ്റ സാമ്പിൾ ഡെമോക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ പുതിയ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോയിൽ കാണുന്ന എൻട്രി ഫോം എന്നുള്ള ഈ ഒരു സെല്ലിൽ എംപ്ലോയി ഐ ഡി എന്ന് കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ 20301 എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ നവീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏജ് എന്നുള്ളത് ഞാൻ 30 എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ പ്ലാനർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ജോയിൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് 1/1/2019 എന്ന് കൊടുത്തിട്ടുണ്ട്. ബേസിക് സാലറി എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ 23,500 രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. കോൺടാക്റ്റ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഞാനൊരു സാമ്പിൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു എൻട്രി ചെയ്തിരിക്കുന്ന ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് നവീൻ എന്നുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ലിസ്റ്റിലേക്ക് പുതിയൊരു നെയിം കൂടെ എൻട്രി ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഐ ഡി എന്നുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ 20321 എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ നസീർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏജ് എന്നുള്ള സ്ഥലത്ത് ഞാൻ 23 എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ ക്ലർക്ക് എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ജോയിൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ 2/3/2018 എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ബേസിക് സാലറി എന്നുള്ള സ്ഥലത്ത് ഞാൻ 20,100 എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഞാനൊരു സാമ്പിൾ നമ്പർ എൻട്രി ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഡാറ്റയുടെ ഏറ്റവും താഴെയായിട്ട് ഇപ്പോൾ എൻട്രി ചെയ്തിരുന്ന ആ ഒരു നസീർ എന്ന ആളുടെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ആയത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഈ ഒരു എൻട്രി ഫോം ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാനും എൻട്രി ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും ഡാറ്റ ഫൈൻഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഈ ഒരു ഫോം ഉപയോഗിക്കാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ എൻട്രി ഫോം ഉപയോഗിച്ച് ഒരു ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലസ് എന്നുള്ള ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റ് ഇനേബിൾ ആയതായിട്ട് കാണാം. നോർമൽ എക്സൽ വർക്ക്ഷീറ്റിൽ ഈ ഒരു എൻട്രി ഫോം എന്നുള്ളത് ഡിസ്പ്ലേയിൽ കാണില്ല. അത് ആദ്യം തന്നെ നമുക്ക് ഇനേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഹോം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്തു. എക്സൽ ഓപ്ഷൻസ് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഈ ഒരു വിൻഡോയിൽ ഈ ഒരു ഭാഗത്ത് കാണുന്ന പോപ്പുലർ കമാൻഡ്സ് എന്നുള്ള ഈ ഒരു ഏരോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഡിസ്പ്ലേ ചെയ്യുന്ന ഓൾ കമാൻഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫോം എന്ന് കാണാം. ഫോം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഭാഗത്ത് കാണുന്ന ആഡ് എന്ന് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എക്സലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫോം എന്നുള്ള ഒരു വിൻഡോ കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഞാൻ ഓൾറെഡി കസ്റ്റമൈസ് എന്നുള്ള ഭാഗത്താണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നോർമൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യാറുള്ളത്. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാം. ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഞാൻ എംപ്ലോയി ഐ ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോളങ്ങളുടെ വിഡ്ത്ത് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ഈ ഒരു സെല്ലിൽ ഞാൻ നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത സെല്ലിൽ ഏജ് എന്ന് ടൈപ്പ് ചെയ്തു. അടുത്തതിൽ ഡെസിഗ്നേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോളങ്ങളുടെ വിഡ്ത്ത് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത കോളത്തിൽ ഡേറ്റ് ഓഫ് ജോയിൻ എന്ന് ടൈപ്പ് ചെയ്തു. അതിനടുത്ത കോളത്തിൽ ബേസിക് സാലറി എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. അവസാന കോളത്തിൽ കോൺടാക്റ്റ് നമ്പർ എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്ത് വന്ന് ഞാൻ ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗിൽ സാൻസ് NT എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്ത് വന്ന് ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം മെർജൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലിൽ എംപ്ലോയീസ് ഡാറ്റ സമ്മറി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് ഞാൻ 14 എന്ന് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഞാൻ ബോൾഡ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് ഫോണ്ടും ഞാൻ ഗിൽ സാൻസ് MT എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വന്ന് ഞാൻ ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്തു. അതിനുശേഷം ഫോണ്ട് കളർ എന്നുള്ളത് ഞാൻ ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെഡിങ് എല്ലാം സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ വൈറ്റ് കളറിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു 2 സെല്ലുകൾക്കിടയിലുള്ള ഈ ഒരു ഭാഗം ഞാൻ കുറച്ച് ചെറുതാക്കുന്നുണ്ട്. ശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. റോ ഹൈറ്റ് എന്നുള്ളത് ഞാൻ 20 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് വന്ന് മോർ ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഞാൻ ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തു. ശേഷം ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്തും ഇൻസൈഡ് എന്നുള്ള ഈ ഒരു ഭാഗത്തും സെലക്ട് ചെയ്ത് താഴെ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം അതിലൊരു ലൈറ്റ് ബോർഡർ വന്നതായിട്ട് കാണാം. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ എൻട്രി വരേണ്ട ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫോണ്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ബാൻക്രിഫ്റ്റ് ലൈറ്റ് സെമി കണ്ടൻസ്ഡ് എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് ഞാൻ 13 എന്ന് കൊടുത്തിട്ടുണ്ട്. ശേഷം ഡേറ്റ് ഓഫ് ജോയിൻ എന്നുള്ള ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ ഡേറ്റ് ഫോർമാറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഏറ്റവും താഴെ കാണുന്ന കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആ ജനറൽ എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം DD-MM-M- 4 പ്രാവശ്യം Y എന്ന് കൊടുത്ത് ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേസിക് സാലറി എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത് കറൻസി ഫോർമാറ്റിലാണ് വേണ്ടത്. നമുക്ക് ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ കറൻസി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഏറോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. റുപ്പീസ് എന്നതിന് ശേഷം ചെറിയൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഞാൻ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം എംപ്ലോയി ID എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഹെഡിങ് സെലക്ട് ചെയ്തു. ശേഷം ഫോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഭാഗത്ത് ഞാൻ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു എൻട്രി ഫോം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. എൻട്രി ഫോം ഉപയോഗിച്ച് ഈ ഒരു ഡാറ്റ നമുക്ക് ഫിൽ ചെയ്യാം. എംപ്ലോയി ID എന്നുള്ള ഈ ഒരു സ്ഥലത്ത് 20236 ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ശേഷം നെയിം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് അമൻ ഹാഷിം എന്ന് ടൈപ്പ് ചെയ്തു. ഏജ് എന്നുള്ള സ്ഥലത്ത് 25 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഡോക്യുമെൻറ്റ് കൺട്രോളർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ജോയിൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് 4/8/2018 എന്ന് ടൈപ്പ് ചെയ്തു. ബേസിക് സാലറി എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് 19,500 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊരു സാമ്പിൾ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഡാറ്റ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്യാം. ഞാനിവിടെ ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരുന്ന ഈ ഒരു ഡാറ്റയെല്ലാം ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ആഡ് ആയതായിട്ട് കാണാം. ഒരു എൻട്രി കൂടി ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ID എന്നുള്ള ഈ ഒരു സ്ഥലത്ത് 20231 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെയിം എന്നുള്ള സ്ഥലത്ത് നവിൻ ഫിലിപ്പ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏജ് എന്നുള്ള സ്ഥലത്ത് 32 എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ സേഫ്റ്റി ഓഫീസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ജോയിൻ എന്നുള്ള സ്ഥലത്ത് 26/11/2012 എന്ന് കൊടുത്തിട്ടുണ്ട്. ബേസിക് സാലറി എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് 28,500 എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഞാനൊരു സാമ്പിൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ എൻട്രിയും ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ആഡ് ആയതായിട്ട് കാണാം. ഈ ഒരു എൻട്രി ഫോം ഉപയോഗിച്ച് എൻട്രി ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും
ഡാറ്റ എഡിറ്റ് ചെയ്യാനും ഡാറ്റ സെർച്ച് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഡാറ്റയിൽ കൂടുതൽ എംപ്ലോയീസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്തത് ഞാൻ ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡാറ്റ ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് എൻട്രി ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. എൻട്രി ഫോമിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന അമിത് കുമാർ എന്നുള്ള എംപ്ലോയിയുടെ ഡാറ്റ ഈ ഒരു ഡിലീറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡിസ്പ്ലേഡ് റെക്കോർഡ് വിൽ ബി പെർമനൻ്റ്ലി ഡിലേറ്റഡ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണാം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന നോട്ടിഫിക്കേഷനാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിൽ നിന്നും ആ ഒരു എംപ്ലോയിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിലീറ്റ് ആയത് കാണാം. ഈ ഒരു എൻട്രി ഫോം ഞാൻ ക്ലോസ് ചെയ്തു. ഈ ഒരു ഭാഗത്തായിട്ട് അൺഡോ ഓപ്ഷൻ ഡിസേബിൾ ആയത് കാണാം. എന്നാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. എക്സൽ ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ Ctrl T എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ ഞാൻ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫിൽട്ടർ ബട്ടൺ എന്നുള്ളത് ഞാൻ അൺടിക്ക് ചെയ്തിട്ടുണ്ട്. ഡാറ്റ എക്സൽ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത ഡാറ്റയും റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അഷ്ഫാഖ് അമീൻ എന്ന് കാണുന്ന ഈ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നേരത്തെ ഡിസ്പ്ലേ ചെയ്തതുപോലെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ഫോം ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അൺഡോ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ആയത് കാണാം. ഈ ഒരു അൺഡോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡാറ്റ റിക്കവർ ചെയ്ത് വന്നതായിട്ട് കാണാം. ഈ ഒരു ഡാറ്റ നെക്സ്റ്റ് എൻട്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ നെക്സ്റ്റ് എന്നുള്ളതും പ്രീവിയസ് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഫൈൻ പ്രീവിയസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസിന് വേണ്ടിയിട്ട് ഈ ഒരു ആരോ സെലക്ട് ചെയ്യാവുന്നതുമാണ്. അതുപോലെ എൻട്രി ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ക്രൈറ്റീരിയ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തു. ഞാൻ ID എന്നുള്ള സ്ഥലത്ത് 20300 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഫൈൻ നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു എംപ്ലോയി IDയുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഡാറ്റയിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനൻ എന്ന നെയിമിന് ശേഷം ഞാൻ ഹിഷാം എന്നുകൂടെ ടൈപ്പ് ചെയ്ത് ന്യൂ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഡിറ്റ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് കൂടെ ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ അപ്ഡേറ്റ് ആയതായിട്ട് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ എൻട്രി ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.